മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറവിൽ ഒരുപാട് അഴിമതിയും നടക്കുന്നുണ്ട്. സൂക്ഷ്മമായ പഠനം നടത്തി അതിന്റെ കണക്കുകൾ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിനടുത്ത് പുറത്തു വന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയുള്ള മരുന്നുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളുടെ നാട് കുറ്റ്യാടിക്കടുത്ത് കരുവന്നൂരിനടുത്താണ് അതിന്റെ ഒരു കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ബസ് പോകുമ്പോൾ കാണാറുണ്ട്. ഇതെന്താ വലിയൊരു കേന്ദ്രം, എന്താ നമുക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പോഴും ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ടൗണിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്ന് സൂക്ഷിക്കാനാണ്. നമ്മളെന്ന് വിചാരിച്ചു ഇത്ര ദൂരെ എന്തിനാണ് അത് കൊണ്ടുവെക്കുന്നത്? 40 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോഴാണ് അതിന്റെ ഉള്ളിലെ ചില കഥകൾ പുറത്തു വരുന്നത്. അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ ബിൽഡിംഗാണ്. 5 ലക്ഷമാണ് വാടക. 7 കോടി രൂപ വാടക ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടത്രേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടുമാരും മറ്റൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിച്ചു ഇത്ര ദൂരെ ഒന്നും മരുന്ന് പിടിപ്പിക്കാൻ വലിയ പ്രയാസമാണ്, അതിന്റെ വെഹിക്കിൾ ചാർജ് വേറെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 1.5 ഏക്കർ വിട്ടുതരാം, നിങ്ങൾ ഒരു 5 കോടി രൂപ അനുവദിച്ചാൽ ബിൽഡിംഗ് ഉണ്ടാക്കാം. പ്ലാനും പദ്ധതിയും ബിൽഡിംഗ് ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും അതിന്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് CPM-ന്റെ നേതൃത്വത്തിലുള്ള ആ സൊസൈറ്റിക്ക് കിട്ടുന്ന വാടക അവസാനിച്ചു പോകും. 5 കോടിയുടെ ബിൽഡിംഗ് വേണ്ടിയെടുത്ത് 7 കോടി വാടക കൊടുത്ത ഒരു തന്ത്രത്തിന്റെ പേരാണ് CPM-ന്റെ സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നടക്കുന്നത്. ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പല വിഷയത്തിലും ഇവിടെ ചില കെടുകാര്യസ്ഥതകൾ നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.